നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഉത്രാളിക്കാവ് പൂരം മനം നിറയ്ക്കാൻ ദേശങ്ങളുടെ കലാവിരുന്ന് ആരംഭിച്ചു. വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പൂരക്കാഴ്ചകൾ കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ C. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ കുമരനെല്ലൂർ ദേശത്തിൻ്റെ പൂരനിലാവ് സേവ്യർ ചിറ്റിലപ്പള്ളി MLAയും എങ്കക്കാട് ദേശത്തിൻ്റെ ഉത്സവരാവ് രഘുരാമ പണിക്കരും ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ നാടൻ കലാരൂപങ്ങളും സംഗീത നിശകളും അരങ്ങേറുന്നതോടെ വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ലഹരിയിലേക്ക് നാടും നഗരവും പൂർണ്ണമായും മാറും. വടക്കാഞ്ചേരി ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 2 നില കെട്ടിടത്തിന് തീപിടിച്ചു. കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ സൂക്ഷിച്ചിരുന്ന പഴയ കിടക്കകൾ, ഫർണിച്ചറുകൾ, ജലസംഭരണികൾ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചെങ്കിലും അധ്യാപകരുടെ സമയോചിതമായ ഇടപെടലിലൂടെ വിദ്യാർത്ഥികളെ ഉടൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വെള്ളാറ്റഞ്ഞൂർ ഹരിജൻ കോളനിയിൽ കുടിവെള്ള ടാങ്കുകൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നത് പ്രദേശവാസികൾ തടഞ്ഞു. വേലൂർ പഞ്ചായത്തിലെ 4 വാർഡുകളിലേക്കുള്ള ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന ബലക്ഷയമുള്ള മണ്ണിൽ കുഴിയെടുക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. പരാതിയെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി വിവിധ വകുപ്പുകളുടെ പരിശോധന പൂർത്തിയാകുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. ഇസ്ലാം മതവിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ വ്രതശുദ്ധിയുടെ നാളുകൾക്ക് വ്യാഴാഴ്ച തുടക്കമായി. 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പള്ളികളും വീടുകളും പ്രാർത്ഥനാ നിർഭരമാകുന്നതോടെ ആത്മസംയമനത്തിൻ്റെയും ആത്മവിശുദ്ധിയുടെയും സന്ദേശമാണ് റംസാൻ പകരുന്നത്. വരും ദിവസങ്ങളിൽ പള്ളികളിലെ പ്രത്യേക പ്രാർത്ഥനകളും സാഹോദര്യം വിളംബരം ചെയ്യുന്ന ഇഫ്താർ വിരുന്നുകളുമായി നാട് സജീവമാകും.